ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന വിഭവമാണ് ടെന്നസി ഫിഷ് കറി. ഫാമിലി നാട്ടിൽ പോയ ബാച്ചിലറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് പ്രത്യേകമായി തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ് ടെന്നസി ഫിഷ് കറി. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് മത്സ്യം, കഴുകി വൃത്തിയാക്കിയ ഒരു ചട്ടി, വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി, കറിവേപ്പില, അതുകൂടാതെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കുടംപുളി. ഇത്രയുമാണ് ഈ വിഭവം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. അതുകൂടാതെ ഈ വിഭവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ടെന്നസി വിസ്കിയായ ജാക്ക് ഡാനിയലാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള വിഭവം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പുളിയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാക്ക് ഡാനിയൽസ് ഒരു ഗ്ലാസ്സിൽ ലേശം പകർന്ന് അതിലേക്ക് ലേശം വെള്ളമൊഴിച്ച് മെല്ലെ ഒരു സിപ്പ് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലവണ്ണം വൃത്തിയായി ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്കൊരു ചെറിയ സിപ്പ് ജാക്ക് ഡാനിയൽസ് അടിക്കാം. ചെറിയ ചെറിയ സിപ്പുകളായിട്ട് അടിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബോധം മറഞ്ഞു പോകുന്നതാണ്. മീൻ ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണയൊഴിച്ചു ചൂടാക്കാൻ വെച്ചു. അതിനുശേഷം വീണ്ടും നമുക്കൊരു ചെറിയ സിപ്പ് അടിക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക്, ഉലുവ ഇട്ടു. അതിനുശേഷം ഒരു ചെറിയ സിപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ആ ചട്ടിയിലേക്ക് നിക്ഷേപിച്ചു. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയുള്ളി, വലിയുള്ളി, സവാള അതും ചേർത്തതിന് ശേഷം അത് ഇളക്കുന്നതിൻ്റെ കൂടെ ചെറിയൊരു സിപ്പ് അടിക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ടൊന്ന് വറന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ചെറിയ സിപ്പ് അടിക്കാം. ഈ ഒരു മിശ്രിതം നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ ഒഴിച്ചു വെച്ച മദ്യത്തിൽ നിന്നും ഒരു 2 സിപ്പും കൂടി അടിക്കാവുന്നതാണ്. അതിനുശേഷം ആ ചൂടായി കിടക്കുന്ന ആ മിശ്രിതത്തിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് ഇട്ട് അതിനെ വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ചെറിയ ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത്. വെന്ത് വരുന്ന സമയം കൊണ്ട് ആ കിച്ചണെല്ലാം നന്നായിട്ട് വൃത്തിയാക്കുക, ഇല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് വെറുതെ തെറിവിളി കിട്ടും. അപ്പം നമ്മളെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നേരത്തെ ഒഴിച്ചു വെച്ച മദ്യത്തിനകത്ത് കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ അടിച്ചതിന് ശേഷം ഗ്ലാസും കഴുകി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കഴിക്കാം.